നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് തോരനുണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് എപ്പോഴും സാമ്പാറിനും മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് തോരനുണ്ടാക്കാം. അതിന് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ നേരത്തെ തന്നെ ചതച്ച് വെക്കണം, പച്ചമുളകും കൂടെ. പിന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് സവാള, പൊടിയായിട്ടരിഞ്ഞ സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തിയരിഞ്ഞതും പച്ചമുളകും, ഒരു പച്ചമുളക് ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഞാൻ അരിഞ്ഞപ്പോൾ ഇത്തിരി വലുതായിപ്പോയി. ഇത് കുറച്ച് തീരെ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും ടേസ്റ്റും ഭംഗിയും കാണാൻ. അപ്പം അങ്ങനെ അരിയുക. ഇത് ഞാൻ മെഴുക്കുവരട്ടിക്ക് അരിയുന്ന പോലെ ആയിപ്പോയി. കുറച്ചും കൂടെ ചെറുതാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പം തീരെ പൊടിയായിട്ട് അരിയുക, തോരനൊക്കെ അരിയുന്ന പോലെ അരിയുക. എന്നിട്ടത് ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇത്തിരി വെള്ളം ഒന്ന് കുടയുകയോ ചെയ്യാവൂ, ഒഴിക്കരുത്. ഒന്ന് കുടഞ്ഞ് വെച്ച് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വേവും. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് അതിലേക്ക് ചേർക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. ആവിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി, ആ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചേരാൻ വേണ്ടി. ഇത് ഇത്രയേ ഉള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയെടുത്താൽ തോരൻ റെഡിയായി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങ് തോരൻ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇതും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.